എല്ലാവർക്കും നമസ്കാരം. നമ്മളെന്ന് പറഞ്ഞിട്ടുള്ളത് മഹേന്ദ്രയുടെ XUV3 XO AX7 വേരിയൻ്റ് ആയിട്ടാണ്. അതെ, ടോപ്പ് എൻഡ് വേരിയൻറ്റിന് താഴെ വരുന്ന വേരിയൻ്റാണ്. ടോപ്പ് എൻഡ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ AX7 ലക്ഷറിയാണ്. എന്നാൽ ഈ വേരിയൻ്റ് AX7 ആണ്. അതെ, ടോപ്പ് എൻഡ് വേരിയൻറ്റ് താഴത്തെ വരുന്ന ഹൈഡ്രിനോക്സ് സീരീസാണ് ഈ വാഹനം. MX1, MX2, MX3 Pro അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. അത് ഹൈഡ്രിനോക്സ് ഇല്ലാത്ത സീരീസാണ്. എന്നാൽ ഇത് നമ്മുടെ AX7 പറഞ്ഞ വേരിയൻ്റാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്കൊരു കൺസ്യൂമർ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. 30,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഹൈലൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ ഒരു ഡിസൈൻ ലാംഗ്വേജ് നോക്കിയാൽ അറിയാം. ഒരു എന്താ പറയുക, വളരെ അട്രാക്റ്റീവ് ഒരു അബ്സ്ട്രാക്ട് ലുക്കിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ട് നമുക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു കൈൻഡ് ഓഫ് വാഹനം ഇറക്കിയപ്പോൾ തന്നെ ഇവർക്ക് ഒരു എന്താ പറയുക ഒരു പോളറൈസിങ് ഡിസൈനായിരുന്നു. പക്ഷേ കണ്ട് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും ആക്ച്വലി ഫസ്റ്റ് കണ്ടപ്പം ഒരു യൂണിക് ഡിസൈൻ പോലെ തോന്നി. പിന്നെ കണ്ടിട്ട് ഇങ്ങനെ ഇറ്റ് ഡസ് ലുക്ക് ഗുഡ് എന്ന് തോന്നി. അപ്പോൾ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മഹീന്ദ്രയുടെ ഒരു ലോഗോ, ട്വിൻ പീക്ക് ലോഗോ കാണാം. അതിൽ തന്നെ ഒരു ക്രോമിയമിൻ്റെ സ്ലാറ്റ് പോലെ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊജക്ടറല്ല, ഫോഗ് ലാമ്പ് ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് ആക്ച്വലി നമ്മുടെ ടോപ്പ് എൻഡ് വേരിയൻസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് AX7 ലക്ഷറി അങ്ങനത്തെ ഇതിൽ മാത്രമേ വരുന്നുള്ളൂ. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. ഇത് LED ലൈറ്റ്സ് ആണ്. ജസ്റ്റ് ഒന്ന് ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ കീ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കീ വരുന്നത്. ഇത് ഡീസലാണ്. AMT ഗിയർ ബോക്സ്, AMT ഓട്ടോ ഷിഫ്റ്റ് എന്ന് വിളിക്കുന്ന 6 സ്പീഡ്. ജസ്റ്റ് ഒന്ന് ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ലൈറ്റ് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. ലൈറ്റ് ഒന്ന് ഓണാക്കിയിട്ട് നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യണമല്ലോ അല്ലേ. ജസ്റ്റ് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബ്രേക്ക് അമർത്തിയിട്ട് ലൈറ്റ് ഓണാക്കിയിടാം. ഇനി നമുക്ക് നോക്കാം. ഫോഗ് ലാംപ്സ്, അതുപോലെ തന്നെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ്, LED DRL, പിന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഈ ഏരിയയിലായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് അതൊക്കെ കംപ്ലീറ്റ്ലി LED ആണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. LED DRL താഴെയാണ് വരുന്നത്. പിന്നെ മുകളിലത്തെ DRL മാറിയിട്ട് ഇൻഡിക്കേറ്ററായിട്ട് ഫങ്ഷൻ ആവും. നമുക്ക് ജസ്റ്റ് ഒന്ന് വാഹനം ഓഫ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞാൽ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞാൽ 1.5 ലിറ്ററിൻ്റെ 1.5 ലിറ്റർ ടർബോ ഡീസൽ എൻജിനാണ് വരുന്നത്. അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് ഉണ്ട് കേട്ടോ. ടർബോ ഡീസൽ എൻജിനാണ് ഇതിൽ നമുക്ക് വരുന്നത്. 117 PS ഓഫ് പവറും അതുപോലെ തന്നെ 300 Nm ഓഫ് ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ അടിപൊളി ഫീലാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും വരുന്നുണ്ട്. ഓടിക്കാൻ ഒരു രക്ഷയില്ല. ഇത് നമ്മുടെ ഓട്ടോ ഷിഫ്റ്റ് അഥവാ AMT ഗിയർ ബോക്സ് ആണ് വരുന്നത്. AMT ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക മൈലേജ് കിട്ടും. പിന്നെ ഇതാ നമുക്ക് ഇൻസുലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ നേരം പിടിക്കാൻ പറ്റില്ല കേട്ടോ. അടിപൊളി ബോഡി വെയിറ്റ് ആണ് വരുന്നത്. കാരണം എന്താ പറയുക, ബിൽഡ് ക്വാളിറ്റി മഹീന്ദ്രയുടെ ഒരു രക്ഷയില്ല. അയ്യോ, ജസ്റ്റ് ഒന്ന് അടയ്ക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എൻജിൻ്റെ സ്പെക്ക് എന്ന് പറഞ്ഞാൽ. ഇനി താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ഏരിയ കാണാൻ പറ്റും, പ്ലേസ്മെൻറ്റിൻ്റെ. പിന്നെ ഈ ഒരു ഗ്രിൽ ഡിസൈന് കാണാൻ നന്നായിട്ടുണ്ട്, അതിൻ്റെ എയർ ഡാമിൻ്റെ. പിന്നെ ടോയിങ് ഹുക്ക് ഇവിടെ ആയിട്ടാണ് വരുന്നത്. ജസ്റ്റ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ടോയിങ് ഹുക്കായിട്ടാണ് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ താഴെയും കുറച്ചുകൂടി ഒരു സ്പോർട്ടി ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റേർഡ് പാറ്റേണിൽ ആഷ് ട്രീറ്റ്മെൻറ്റ് ബമ്പറിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ടോ? ഇല്ല, ഇതിൽ ആക്ച്വലി 360 ഡിഗ്രി ക്യാമറ വരുന്നില്ല. വീലിൻ്റെ സൈസ് 17 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് വരുന്നത്. പിന്നെ ഈ ചെറിയൊരു ക്രീസ് പോലെ ഡിസൈൻ കൊടുത്തിട്ടില്ല. അതെന്തിനാണെന്നറിയോ? എയറോ ഡൈനാമിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വാഹനം പോകുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനൊക്കെ കൊടുത്തിട്ടുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ വാഹനം സ്പീഡിൽ ഓടിക്കുമ്പോൾ ഒരു എയർ ഫ്ലോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു കോണ്ടൂർ പോലെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു എലമെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് സൈഡ് വശം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പണ്ടത്തെ ഒരു 300 ഉണ്ടല്ലോ, അതിനൊരു ഇൻസ്പയറായ ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഏരിയ ഒക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവാൻ പറ്റും. പിന്നെ ഇവിടെ ബ്ലാക്ക് മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ലുക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നോക്കുകയാണെങ്കിലും ടെയിൽ ലാമ്പ് കംപ്ലീറ്റ്ലി LED ആണ് വരുന്നത്. XUV3 XO ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ട്വിൻ പീക്ക് ലോഗും, റെയർ വൈപ്പേഴ്സ് വരുന്നുണ്ട്, റൂഫ് മൗണ്ട് ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. അഗൈൻ ഷാർക്ക് ഫിൻ ആൻറ്റിന അല്ല, നമ്മുടെ സ്ട്രേറ്റ് ആൻറ്റിനാണ് വരുന്നത്. നെക്സ്റ്റ് ഈ ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് ഉണ്ടോ, കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അഗൈൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജൻ ആണ്. അഗൈൻ ടെയിൽ ലാമ്പ് ഹാലജൻ ആണ് വരുന്നത്. പിന്നെ നമുക്ക് റിയൽ റെഡ് റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ കണ്ടോ, നമ്മുടെ BE6 ഉണ്ടല്ലോ, BE6 അതിൽ കൊടുത്ത പോലെ തന്നെ ഒരു ഡിസൈനാണ്. കുറച്ച് അവിടെ ഇവിടെയും നമുക്ക് ഷായ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ആഷ് ട്രീറ്റ്മെൻറ്റ് കാരണം തന്നെ. ഇനി ഈ ഒരു ഏരിയയിൽ നമുക്ക്
ടെക്സ്ചർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് മാറ്റ് ഫിനിഷാണ് ഇത് ഫുൾ കൊടുത്തിട്ടുള്ളത്. റിയർ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്, റിയർ പാർക്കിംഗ് ക്യാമറ. അഗെയിൻ ഈ ഒരു സ്കിഡ് പ്ലേറ്റ് കാണാൻ ഇറ്റ്സ് നൈസ്. നമ്മുടെ എക്സോസ്റ്റ് നോട്ട് അവിടെയാണ് വരുന്നത്. ഇനി നമുക്ക് ബൂട്ട് തുറന്നിട്ട് എത്ര സ്പേസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ബൂട്ട് നമുക്ക് തുറക്കാൻ ഇവിടെ ചെറിയൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, സോഫ്റ്റ് ടച്ച് പോലെ. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബട്ടൺ ഉണ്ടോ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് തുറക്കാൻ പറ്റും. 364 ലിറ്റർ ബൂട്ട് സ്പേസാണ് വരുന്നത്. വളരെ വലിയ ബൂട്ട് സ്പേസാണ്. നമുക്ക് ലഗേജൊക്കെ അത്യാവശ്യം വെക്കാൻ പറ്റുന്ന രീതിയിലാണ്, സ്പേഷ്യസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ സീറ്റ് 60:40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും കണ്ടോ. അതേപോലെ ഇത് കൂടി മടക്കി കഴിഞ്ഞാൽ കണ്ടോ വലിയ സ്പേസ് ആക്കാൻ പറ്റും. സുഖമായിട്ട് സാധനങ്ങൾ നമുക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്തിട്ട് ടു ദി സെയിം പൊസിഷൻ നമുക്ക് വെക്കാം. സീറ്റ് വെച്ചിട്ട് അതേപോലെ ഈ ഏരിയത്ത് ഓക്കെ കൂൾ. നമുക്ക് ഇവിടെ ഒരു ചെറിയ ലൈറ്റിംഗ് വരുന്നുണ്ട്. ഇവിടെ ഒരു ടോയിങ് ഹുക്കും വരുന്നുണ്ട്. ഇത് 5 കിലോഗ്രാം മാക്സിമം നമുക്ക് ഇത് ഇവിടെ ഈ ഒരു ഹുക്കിൽ വെക്കാൻ പറ്റും. ഈ ഒരു റിട്രാക്റ്റബിൾ ഹുക്കിൽ നമുക്ക് 7 കിലോഗ്രാം തൂക്കിടാൻ പറ്റും കണ്ടോ. നമുക്ക് എന്തെങ്കിലും നമ്മൾ പാലോ അല്ലെങ്കിൽ നനഞ്ഞ സാധനങ്ങൾ വല്ലതും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വെക്കേണ്ട പകരം നമുക്ക് ഇവിടെ തൂക്കിടാം. അതുകൊണ്ട് തന്നെ താഴത്തെ കാര്യങ്ങൾ നനഞ്ഞു പോവില്ല. അതേപോലെ ഇവിടെയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 5, ഇത് 5, 10, 7 എത്ര 14. അപ്പം 10 പ്ലസ് 14 24 കിലോഗ്രാം അറൗണ്ട് നമുക്ക് ഈ ഒരു സൈഡത്തെ ടോയിങ് ഹുക്കിൽ മാത്രം നമുക്ക് ഇടാൻ പറ്റും. പിന്നെ നമുക്ക് പാർസൽ ട്രേയുടെ ഒരു ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ഈ ബൂട്ടിനെ പറ്റിയിട്ട് പറയാൻ അത്രേ ഉള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പുള്ളി ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. പിന്നെ ഇവിടെ ചെറിയ മറ്റേ മെക്കാനിക്സിനൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ചെറിയ ഒരു എന്താ പറയുക ഒരു ഓപ്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടയ്ക്കാം. നമുക്ക് കൺസേൺ ആവേണ്ട കാര്യമല്ല. ഓക്കെ ലെറ്റ്സ് ക്ലോസ് ഇറ്റ്. ഓക്കെ ഒന്നുകൂടി അമർത്തി അടയ്ക്കണം. ഇനി ഈ ഒരു സൈഡത്തെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഇത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷും പിന്നെ സ്പോയിലർ പോലത്തെ ഭംഗിയും പിന്നെ ഈ ഒരു റൂഫ് റെയിൽ കണ്ടോ ടെക്സ്ചേഴ്സും ഇതൊക്കെ കാണാൻ ഭയങ്കര പ്രീമിയം ലുക്കായിട്ടുണ്ട്. അതേപോലെ തന്നെ അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡത്തെ ടെക്സ്ചർ പാറ്റേണോ അത് ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിൽ തീർത്തത് കാരണം തന്നെ വളരെയധികം പ്രീമിയം ലുക്കും സ്പോർട്ടി ലുക്കും ലക്ഷറി ലുക്കും വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. ഈ വീലൊക്കെ ഉണ്ടോ സെറ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ട്രൂലി വാല്യൂ ഫോർ മണി വാഹനമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻറ്റീരിയസിലേക്ക് കയറാം. വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ പറയാം. ഇതിൽ വേറെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് അറൗണ്ട് 21 km/ലിറ്റർ മൈലേജ് വരുന്നുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ കസ്റ്റമേഴ്സിനും അറൗണ്ട് ആ ഒരു ഇതിൽ തന്നെ കിട്ടുന്നത്. അറൗണ്ട് 20 കിലോമീറ്റർ എന്തായാലും അഷ്യൂർഡായിട്ട് നമുക്ക് ഹൈവേയിലൊക്കെ നമ്മൾ നേരെ രീതിയിൽ. പിന്നെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓടിക്കുന്ന രീതിയായിരിക്കും വാഹനം മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ മഹീന്ദ്രയുടെ അടിപൊളി സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ട്വിൻ പീക്ക് ലോഗോ കൊടുത്തിട്ടുണ്ട്. എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിങ് ആണ്. ഹോണ് അത്യാവശ്യം നല്ല ലൗഡ് ഹോണാണ് വരുന്നത്. പിന്നെ ഈ ഒരു കോൾ ബട്ടണും ഇതൊക്കെ നമുക്ക് ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. നമുക്ക് കാണാൻ പറ്റും ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഇതെല്ലാം നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇത് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇവിടെ വരുന്നത്. ഇതായിപ്പോൾ കാണാമല്ലോ അല്ലേ, കണ്ടോ. ഇതിൽ നമുക്ക് ഗിയറിൻ്റെ കാര്യങ്ങൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വേറെ മ്യൂസിക് കാര്യങ്ങൾ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് മോഡാണ് കണ്ടോ. ആ ഒരു ചിഹ്നം കൊടുത്തിട്ട് സ്റ്റിയറിങ്ങിൻ്റെ ഒരു ആരവും കൊടുത്തിട്ടുള്ള സംഭവം ഒരു മോഡാണ്. 3 മോഡ്സ് ആക്ച്വലി വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാം നോർമൽ മോഡ് ആക്ടിവേറ്റഡ്. ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ സ്പോർട്ട് മോഡ് ആക്ടിവേറ്റഡ്. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ട് മോഡ് പറഞ്ഞൊരു മോഡ് കൂടി വരുന്നുണ്ട്. സ്പോർട്ട് മോഡിലാണ് കിടക്കുന്നത്, കംഫർട്ട് മോഡ് കൂടി വരുന്നുണ്ട്. 3 മോഡല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതെ 3 മോഡായിട്ടാണ് നോർമൽ, സ്പോർട്ട്, കംഫർട്ട് 3 മോഡാണ് വരുന്നത്. അഗൈൻ നമുക്ക് ക്രൂസ് കൺട്രോൾ സെറ്റപ്പ് വരുന്നുണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂൽ ഇൻഫോ കാണാൻ പറ്റും. ഇത് താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും കണ്ടോ. വെഹിക്കിൾ ഇൻഫോ, അതേപോലെ തന്നെ നാവിഗേഷൻ, ഡിസ്പ്ലേ ലേഔട്ട്, സെറ്റിങ്സ്, അലേർട്ട് ഹിസ്റ്ററി, ഡ്രൈവർ ഇൻഫോ. നമ്മളിപ്പോൾ മാപ്പിൻ്റെ നാവിഗേഷൻ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാപ്പ് ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്സ് കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഓട്ടോ വഴി നമുക്ക് ഇതിൽ മാപ്പ് സംഭവം അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്കൈ റൂഫാണ്. അതെ, AX7 ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്കൈ റൂഫാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് തുറക്കണമെങ്കിൽ ഈ ഒരു ബട്ടൺ അമർത്തുക. ഇത് വലിയ റൂഫാണ് കേട്ടോ, കംപ്ലീറ്റ്ലി തുറക്കുന്നുണ്ട്. നൈസ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക വെന്റിലേഷൻ നമുക്ക് ഈ ഒരു സ്കൈ റൂഫ് വഴി കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്.
ഇനി ഈ ഒരു പിന്നത്തെ ആ ഒരു കനോപ്പി അടയ്ക്കണമെങ്കിൽ ഈ ഒരു സ്ലൈഡിങ് ബട്ടൺ ഉണ്ടല്ലോ, ഇത് രണ്ടും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളതാണ് കാണിക്കുക. നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം, എന്നാലും അത് വരും. ഇടയിൽ നമ്മൾ കൈവിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് സ്റ്റോപ്പ് ആവും. നെക്സ്റ്റ് ഇത് പിന്നോട്ടാക്കാനുള്ളൊരു ഓപ്ഷനാണ്. ഓക്കെ, പിന്നെ ഇത് റീഡിങ് ലാംപ്സ്, വൈറ്റ് കളർ LED റീഡിങ് ലാംപ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സൺവൈസേഴ്സ് കാണാം. അതേപോലെ തന്നെ ഇതൊരു ഡോക്യുമെൻ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതായത് എന്താ പറയുക, പാസഞ്ചറിന് മേക്കപ്പ് ഇടാനോ എന്തിനും വേണ്ടിയിട്ട് ഈ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തുറക്കണതിനനുസരിച്ചുള്ള ലൈറ്റ് കത്താൻ കണ്ടോ. അത് നല്ലൊരു തോട്ടാണ് മഹീന്ദ്ര ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പറയാനുള്ളത് ഇതഗൈൻ ഓട്ടോ ഡിമ്മിങ് ORVM, അഥവാ ORVM അല്ല IRVM, ഇൻസൈഡ് റിയർ വ്യൂ മിററാണ് ഇത് വരുന്നത് നമുക്ക്. പിന്നെ പറയാനുള്ളത് ട്രാക്ഷൻ കൺട്രോൾ മോഡ് ഓൺ ആക്കുള്ള ബട്ടൺ വരുന്നുണ്ട്. പാസഞ്ചർ എയർ ബാഗിൻ്റെ ചിഹ്നങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് അഗൈൻ ഡുവൽ ടോൺ AC ആണ്. നമുക്ക് മെമ്മറി AC വരുന്നുണ്ട്. അത് മുന്നേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇതെടുത്ത് കഴിഞ്ഞാൽ കണ്ടോ, വയർലെസ് ചാർജിങ് പോർട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നോ സ്മാർട്ട് കീ എന്ന് പറഞ്ഞിട്ട്, കാരണം നമ്മുടെ ഫോൺ ഇവിടെ വെക്കുമ്പോൾ അത് ഒരു ഹാസലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഫോൺ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ പറഞ്ഞ 6 സ്പീഡ് ഓട്ടോ ഷിഫ്റ്റ് ഗിയർ ബോക്സ്. അപ്പോൾ ഇതെങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ A/M എന്ന് കൊടുത്തിട്ടില്ലേ, ഇപ്പോൾ നമ്മൾ A/Mക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഓട്ടോ ഗിയർ 1ലാണ് വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഇനി നമുക്ക് കുറച്ചുകൂടി എന്തൂസിയാസ്റ്റിക് ആയിട്ട് മാനുവൽ ഗിയർ ബോക്സ് ഓടിക്കുന്ന പോലെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ M1 എന്നാവും, സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ M2 എന്നാവും. അങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ M2 വീഴാത്തത് കാരണം വാഹനം സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, നമ്മൾ മൂവ് ചെയ്യാത്ത കാരണം. പിന്നെ നെക്സ്റ്റ് ഇങ്ങോട്ടാക്കിയ ഓട്ടോമാറ്റിക് ഫ്രണ്ടിക്കും താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ, ഇത് ഫ്രണ്ടിക്ക് ആക്കി കഴിഞ്ഞാൽ അപ്പ് ഷിഫ്റ്റും താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ ഡൗൺ ഷിഫ്റ്റുമാണ് വരുന്നത്. പിന്നെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് റിവേഴ്സിലാണ് വരുന്നത്. ഇനി നമ്മൾ വാഹനം നിർത്തിയിട്ട് പോകണമെങ്കിൽ നമ്മൾ ന്യൂട്രലാണ് വരുന്നത്. ഇതിൽ നമുക്ക് അഥവാ പാർക്കിംഗ് വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്നിലിട്ട് കഴിഞ്ഞിട്ടാണ് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് വാഹനം നിർത്തേണ്ടത്. നെക്സ്റ്റ് ഇവിടെ നമുക്ക് 2 ചെറിയ ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കീ വരുന്നത്. ഇവിടെയൊക്കെ ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്ത കാരണം തന്നെ നല്ല കാണാൻ പ്രീമിയം ലുക്കായിട്ടുണ്ട് ഈ ഒരു ഏരിയയിലും. അതേപോലെ തന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സോഫ്റ്റ് ടച്ച് ലെതർ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. കാരണം ഇവിടെ സോഫ്റ്റ് ടച്ച് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പിടിക്കുമ്പോഴും നല്ല സുഖമായിട്ടുണ്ട്. അതേപോലെ ലൈനിങ്ങും ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഈ ഏരിയയിലൊക്കെ നോക്കിയൊക്കെ നല്ല സോഫ്റ്റ് ടച്ചാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്ത് നല്ലൊരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലോ ബോക്സ് കൂൾഡായിട്ടാണ് വരുന്നത്. വളരെ വലിയ ഗ്ലോ ബോക്സ് ആണല്ലോ, നല്ല സ്പേഷ്യസ് ആയ ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അഗൈൻ നമുക്ക് സൈഡിലൊക്കെ ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹാർമൻ കാർഡിൻ്റെ സ്പീക്കേഴ്സാണ് ഇതിൽ വരുന്നത്. ഇതിൽ എത്ര സ്പീക്കേഴ്സ് ഉണ്ടോ നോക്കിയാലോ, 1, പിന്നെ ട്വീറ്റേഴ്സ് 2 വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്പീക്കേഴ്സ് അറൗണ്ട് 4 വരുന്നുണ്ട്. പിന്നെ 2 ട്വീറ്റേഴ്സ് ആയിട്ടാണ് വരുന്നത്. സൈഡത്തെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ അതൊക്കെ ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതൊക്കെയാണ് ഫ്രണ്ടിലത്തെ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഈ ഒരു സംഭവം സീറ്റിങ്ങും അതേപോലെ തന്നെ ഗ്ലോ ബോക്സും ഹാൻഡ് റെസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇത് ചെറിയൊരു ഗ്ലോ ബോക്സ് പോലെയാണ്, സ്റ്റോറേജ് ഹോൾഡർ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, ഡീസൻറ്റ് സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതേപോലെ തന്നെ സീറ്റിംഗ് പൊസിഷനും ഒക്കെ അത്യാവശ്യം നല്ല ഉയർന്നിട്ടാണ് ഇരിക്കുന്നത്. ഇത് കുറച്ചുകൂടി താണ കാരണം നമുക്ക് നല്ല വിസിബിലിറ്റി ലഭിക്കുന്നുണ്ട്. പിന്നെ ഇരിക്കുകയാണെങ്കിലും തൈ സപ്പോർട്ട് അത്യാവശ്യം നല്ല ഉണ്ട്. സീറ്റ് അത്യാവശ്യം നല്ല കുഷനിങ്ങുള്ള സീറ്റ്സാണ് വരുന്നത് നമുക്ക്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇനി പിന്നത്തെ സീറ്റിലേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷം പറയാം. നല്ല ചൂടാണ് കേട്ടോ. പാലക്കാട് കത്തി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ സീറ്റിംഗ് പൊസിഷൻ നോക്കിയേക്കോ. ഞാൻ ഇതിപ്പോൾ അത്യാവശ്യം സീറ്റ് കുറച്ച് പിന്നിക്ക് വെച്ചിട്ടുണ്ട്. എന്നാലും കാല് അത്യാവശ്യം നല്ല രീതിക്ക് നീട്ടി വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അത് മാത്രമല്ല, നമ്മുടെ മിഡിൽ റെയർ പാസഞ്ചറിനും സീറ്റ് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ. പിന്നെ നമുക്ക് മറ്റേ മുകളിലത്തെ റൂഫത്തെ ലൈറ്റ് ഉണ്ടല്ലോ, അത് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം നമ്മുടെ സ്കൈ റൂഫ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെയാണ് സൈഡിൽ റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ടുണ്ട്. LED ലൈറ്റ്സ് ആണ്, അത് നല്ല ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടി അടുത്തായിട്ട് ലൈറ്റ് കിട്ടുന്നതാണ്. പിന്നെ റിയർ AC വെൻസ് വരുന്നുണ്ട്. ഇവിടെ ഒരു C ടൈപ്പ് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, ഫോൺ ഇവിടെ വെക്കാം നമുക്ക്. അതുപോലെ തന്നെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് ഇവിടെ വരുന്നുണ്ട്. മാഗസീൻ ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പീക്കേഴ്സ് സിസ്റ്റം ഒക്കെ ഇവിടെയാണ്. ഈ ഒരു സംഭവമൊക്കെ കാണാൻ നല്ല പ്രീമിയം ടച്ച് ഉണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ സോഫ്റ്റ് ടച്ചാണ് കേട്ടോ. കണ്ടോ എന്ത് സുഖം അറിയും. ഇവിടെ പിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൈ കംഫർട്ടബിളായിട്ട് വെച്ചിട്ട് പോകാൻ തോന്നും കേട്ടോ. ഓക്കെ, നമുക്ക് സീറ്റിൻ്റെ ഹാൻഡ് റെസ്റ്റ് ആക്കി കഴിഞ്ഞ് ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കുറേ
ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ വെഹിക്കിൾ ഡൈനാമിക് കൺട്രോൾ പറഞ്ഞൊരു സംഭവം വരുന്നത്. അതായത് നമ്മളൊരു 80 to 90 km/h സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കേവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് അമർത്താതെ തന്നെ ആക്സിലേറ്റർ ചവിട്ടി തന്നെ നമുക്ക് തിരിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ വണ്ടി അത് അനലൈസ് ചെയ്തിട്ട് ആ ഒരു റോഡിനോട് ഗ്രിപ്പ് ചെയ്തിട്ട് പോകുന്നൊരു സംവിധാനമൊക്കെ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് ആണ്, ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക് ആണ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് വൈപ്പിംഗ് ഒരു മെക്കാനിസം വരുന്നത്. നമുക്കിപ്പോൾ ഫ്രണ്ടിലത്തെ വൈപ്പേഴ്സ് ഉണ്ടല്ലോ, വാഷ് വൈപ്പേഴ്സ്, അത് ഓണാക്കി കഴിഞ്ഞാൽ അതേ ടൈമിൽ തന്നെ ഇപ്പോൾ മഴയുള്ള സമയത്താണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഓൺ ആക്കുന്നത്. അല്ലാത്ത സമയത്ത് ആക്കുന്നുണ്ട്. അല്ലാത്ത നമ്മൾ യൂഷ്വലി മഴയുള്ള സമയത്ത് അത് ഓൺ ആക്കുമ്പോൾ അതേ ടൈമിൽ നമ്മുടെ ഡിസ്ക് ബ്രേക്ക് ഇല്ലേ അവിടെ വൈപ്പ് ആയിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളിപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ വെറ്റാണെങ്കിൽ അല്ലെങ്കിൽ നനവുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറയും. അത് ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒരു വെറ്റ്നസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വാഹനത്തിൻ്റെ ഒരു മെക്കാനിസം അങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതേപോലെ തന്നെ നമുക്ക് ഹിൽ ഡിസൻ കൺട്രോൾ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, പിന്നെ ESC ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, എല്ലാ ഫീച്ചേഴ്സും സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതിലും നല്ല വീഡിയോസ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതപ്പോൾ ആ ഒരു വീഡിയോസ് നമുക്ക് കിട്ടണമെങ്കിൽ എന്തൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത്? ഒബിയസ്ലി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മളൊരു വാല്യൂ ഫോർ മണി വേരിയൻറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, MX സെഗ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ എൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. അതേപോലെ സ്റ്റാർട്ടിങ്ങിൽ ആക്ച്വലി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് കാണാമല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വാഹനം ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഡു ടേക്ക് ഇറ്റ്. അപ്പോൾ ഇതിലും കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെയാണ് കേട്ടോ, നമ്മുടെ മഹീന്ദ്രയുടെ ഷോറൂമിലെ. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതൊരിക്കലും കാണാൻ പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്.